ഹലോ, ഞാൻ സുലു. ഇന്ന് ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു ഫെർട്ടിലൈസറിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു, സെയിലിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു എപ്പിസോഡ് നമ്മൾ പോട്ടിങ്ങിനെ കുറിച്ചുള്ള എപ്പിസോഡ് ചെയ്തായിരുന്നല്ലേ, എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കണ്ട ശേഷം അടുത്ത വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇത് കാണാത്തവരാണെങ്കിൽ ആദ്യത്തെ എപ്പിസോഡ് കണ്ടിട്ട് ഇത് കാണുക കേട്ടോ, അപ്പോഴേ കറക്റ്റ് കണ്ടിന്യൂഷൻ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഡെൻഡ്രോബിയം സീഡ്ലിങ്സിനെ എങ്ങനെ പോട്ട് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു. തുടക്കക്കാർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ എപ്പിസോഡാണ് ഇതൊക്കെ. അപ്പോൾ നമ്മുടെ സീഡ്ലിങ്സ് സെയിലിന് നല്ല റെസ്പോൺസ് ആയിരുന്നു, എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കും കൂടെ ആയതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ഈ ഒരു എപ്പിസോഡ് ഇടാൻ പറ്റാഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ പോട്ടിങ് ആയ ചെടി ഇനി നല്ലോണം വളരണം അല്ലേ. ഇപ്പോൾ നമ്മൾ ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസറാണ് കൊടുക്കാനായിട്ട്. നമുക്ക് നാച്ചുറലായിട്ടുള്ള ഫെർട്ടിലൈസറുണ്ട്, കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസറും ഉണ്ട്. ഇപ്പോൾ ഞാൻ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസറിനെ കുറിച്ചുള്ള വീഡിയോ ആണ് പറയുന്നത്. ഇപ്പോൾ ഡെൻഡ്രോബിയം സീഡ്ലിങ്സുകൾ നമ്മൾ വളരാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വളമാണ് ഈ ഗ്രീൻ കെയർ എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ബോക്സ്. നമ്മുടെ നഴ്സറികളിലും ഓൺലൈനിലും എല്ലാം കിട്ടുന്നതാണ്. അതിൻ്റെ റേഷ്യോ കണ്ടില്ലേ, NPK-യിൽ 30-10-10 ഈ കോൺസെൻട്രേഷനുള്ള ഇതാണ് ഉപയോഗിക്കുന്നത്. അതായത് എൻ്റെ വാല്യൂ, നൈട്രജൻ്റെ വാല്യൂ കൂടുതലുള്ളതാണ് നമ്മുടെ വളർച്ചയ്ക്ക് ചെടികൾക്ക് ഏറ്റവും ഗുണമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ NPK-യിൽ നൈട്രജൻ്റെ കുറവുള്ള വളങ്ങൾ നമ്മൾ കാണാറുണ്ട് അല്ലേ, 13-27 ഓർക്കിഡ് ബ്ലൂം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പൂക്കാനുള്ള വളങ്ങളാണ്. അപ്പോൾ നമ്മൾ സീഡ്ലിങ്സ് പുതിയതായിട്ട് വാങ്ങിക്കുന്നവർ പെട്ടെന്ന് അത് വളരാനായിട്ട് ഈ ഒരു ഫെർട്ടിലൈസർ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യമായിട്ട് വളം ഒഴിക്കുന്നവർ ആഴ്ചയിൽ ഒരു വട്ടം വെച്ച് ഒഴിച്ച് നോക്കേണ്ടതാണ്. അതും അളവ് കുറച്ച രീതിയിൽ. അതിനുശേഷം പയ്യെ 2 ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. നമ്മൾ ഏതൊരു പുതിയ വളവും ചെടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം 1-2 ചെടിയിൽ അപ്ലൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വളരെ അളവ് കുറഞ്ഞ് നല്ലോണം ഡയല്യൂട്ട് ചെയ്തിട്ട് വേണം ചെടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. കെമിക്കൽ ഫെർട്ടിലൈസർ ഡോസ് ഒരുപാടായിപ്പോയാൽ പെട്ടെന്ന് ചെടി നശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കെമിക്കൽ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിലൊക്കത്തെ കറക്റ്റ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിൽ പറയുന്നത് 10 ലിറ്ററിൻ്റെ അളവിലാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഒരു സ്പൂണിന് 10 ലിറ്ററിലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ അളവ് കൂടിയാൽ ചെടിക്ക് വളരെ ദോഷമാണ്. അതുകൊണ്ട് എപ്പോൾ ഉപയോഗിച്ചാലും ആദ്യം അളവ് കുറച്ച് തന്നെ ഉപയോഗിക്കണം. നമുക്കിപ്പോൾ അത്രയും 10 ലിറ്ററിൻ്റെ ആവശ്യമില്ല, കുറച്ച് ചെടിയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 1 ലിറ്ററിൻ്റെ കുപ്പിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഏകദേശം ഇത്ര മതി. നമുക്ക് വെള്ളത്തിൽ ഒഴിക്കാനായിട്ട്. ചിലവർ 1 സ്പൂണൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ അത് നമുക്ക് ചെടിയെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് പെട്ടെന്ന് ബാധിക്കുന്നതാണ് ചെടിയെ. അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും കുറച്ച് അളവിൽ മാത്രം ഉപയോഗിക്കുക. ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടി പൊട്ടിച്ച ഒരു ബോക്സ് ആയിരുന്നു. ഇത് ഞാൻ നേരത്തെ യൂസ് ചെയ്തിരിക്കുന്ന ബോക്സിലാണ്. ചെറിയ കളർ ഡിഫറൻസ് കാണും. ഓരോ സ്ഥലങ്ങളിലും ബോട്ടിലിൻ്റെ വളങ്ങൾക്ക് ചെറിയ കളർ ഡിഫറൻസൊക്കെ കാണും. അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ വെള്ളത്തിന് വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഈ ഒരു അളവിൽ എത്ര എടുത്തിട്ട് ഞാനത് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. പ്രത്യേകം ഓർക്കേണ്ടത് അളവ് കൂടരുത്, കുറഞ്ഞാലും വിഷയമില്ല. അളവ് കൂടിക്കഴിഞ്ഞാൽ ചെടിയെ ബാധിക്കും, ചിലപ്പോൾ ചെടി നശിച്ചു പോകാനും സാധ്യതയുണ്ട്. ഈ ഒരു അളവിൽ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിക്കുകയാണ്. ഇത് ഒഴിച്ചിട്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ഈ ഒരു മരുന്ന് മൊത്തമായിട്ടും ഡൈല്യൂട്ടായി വരില്ല, കുറച്ചൊക്കെ തരിതരിയായിട്ട് കിടക്കും. കണ്ടില്ല, അടിയിൽ കിടക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്പ്രേ ബോട്ടിലിൽ അത് കേടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് ഒഴിക്കുമ്പോൾ പ്രത്യേകമായിട്ടും ഒന്നും കൂടെ അരിച്ചിട്ട് ഒഴിക്കുന്നതാണ് നല്ലത്. നമുക്കിത് 2 രീതിയിൽ നമുക്ക് ഇത് ചെടികളിൽ ഉപയോഗിക്കാൻ പറ്റും. ഒന്ന്, കുറച്ച് ചെടികൾ ഓർക്കിഡ്, കുറച്ച് ചെടികൾ മാത്രമുള്ളവർക്ക് എളുപ്പത്തിൽ ഇങ്ങനൊരു ബേസിനകത്ത് നമുക്കൊരു 10 മിനിറ്റ് ഈ ചെടി ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കാം. ചെറിയ പോട്ടിൽ വയ്ക്കുന്നവർക്ക് കണ്ടില്ലേ, ഇതുപോലെ ഡിപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് വയ്ക്കുമ്പോൾ ആ ചെടിയിലെ റൂട്ടുകളും എല്ലാം അതിൽ അബ്സോർവായിട്ട് ആ വളം അങ്ങ് പിടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് ഒരുപാട് ചെടികളുണ്ട്. എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാനാണെങ്കിൽ നമ്മൾ സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട്
എല്ലാത്തിനും സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇലകളിലും തണ്ടുകളിലും എല്ലാത്തിലും ചേർത്ത് ഒഴിക്കാം. ഈ വളം ഓർക്കിഡുകൾക്ക് മാത്രമല്ല ഇലച്ചെടികൾക്ക് ഉപയോഗിക്കാം. അതായത് ഇൻഡോർ ചെടികൾ, ലീഫി ഇലച്ചെടികൾ, അതായത് പൂക്കാത്ത ഇലച്ചെടികൾ, ഇൻഡോർ ലീഫി ചെടികൾക്ക് ഒഴിക്കാൻ പറ്റിയ വളമാണ് ഈ NPK 30-10-10 എന്ന് പറയുന്നത്. ഈ ചെടി കൂടുതലും വളർച്ചയ്ക്കാണല്ലോ, നേരത്തെ പറഞ്ഞ പോലെ നൈട്രജൻ എന്ന് പറഞ്ഞാൽ വളർച്ചയ്ക്കുള്ളതാണ്. അപ്പോൾ നല്ലോണം വളർച്ച കിട്ടുന്നതാണ് ഈ ചെടികൾക്ക് ഇത് ഒഴിക്കുമ്പോൾ. നമുക്ക് സ്പ്രേ ബോട്ടിലും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് തണ്ടിലും ഇലയിലും റൂട്ടിലൊക്കെ നനയുന്ന രീതിയിൽ നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിലർ പറയുന്നതാണ് നമുക്ക് ചെടി വളരുന്നില്ല, സീഡ്ലിംഗ് വളരുന്നില്ല എന്ന് പറയുന്നവർക്ക് എളുപ്പത്തിൽ അപ്ലൈ ചെയ്ത് നമുക്ക് ചെടി വളർത്താൻ പറ്റുന്ന ഒരു വളമാണ് ഈ ഗ്രീൻ കെയർ എന്ന് പറയുന്നത്. ഓർക്കിഡിൻ്റെ പൂക്കൾ വരാനുള്ള വളവും നമ്മൾ സെപ്പറേറ്റ് വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സീഡ്ലിംഗ് ആയിട്ടുള്ള എല്ലാ ചെടികൾക്കും ഇത് നമുക്ക് ആഴ്ചയിൽ 2 ദിവസം വെച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകും. റൂട്ടുകളെല്ലാം നല്ലോണം വളരും. അപ്പോൾ പുതിയതായിട്ട് സീഡ്ലിങ്സ് വാങ്ങിച്ചവർ ഈ ഒരു വളം പ്രത്യേകം ഓർക്കുക കേട്ടോ. കണ്ടില്ലേ, നമുക്ക് ഇലച്ചെടികൾക്കും എല്ലാം ഒഴിക്കാൻ പറ്റിയ വളമാണിത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാനിതുപോലെ ഗ്രീൻ കെയർ അപ്ലൈ ചെയ്ത് കൊടുത്ത ചെടിയാണ്. കണ്ടില്ലേ, നല്ലോണം റൂട്ടൊക്കെ വളരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഈ ഒരു കെയറിങ്ങിനെക്കുറിച്ച്, ചെടി വളരാനുള്ള ഒരു മരുന്നിനെക്കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു. ഇനിയും ഇതിൻ്റെ എപ്പിസോഡ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. നമ്മൾ ഈ സീഡ്ലിംഗ് ചെടി വളരുന്നതനുസരിച്ച് നമ്മുടെ ഓരോ എപ്പിസോഡും വരുന്നതാണ്. ഇതിൻ്റെ ഓർഗാനിക് ഫെർട്ടിലൈസറിനെ കുറിച്ചും ഇതിൻ്റെ ഗ്രോത്തിനെ കുറിച്ചുള്ള ഒരുപാട് ടിപ്പുകൾ പുതുതായിട്ട് ഓർക്കിഡ് വളർത്തുന്നവർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഡെൻഡ്രോബിയം സീഡ്ലിംഗ്സ് തൈകൾ ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് വാട്സപ്പ് ചെയ്യുക, കോൾ ചെയ്യുക കേട്ടോ. നമ്മുടെ സീഡ്ലിങ്സിൻ്റെ കോംബോ ഓഫർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെടികൾ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്